മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. കനത്ത മഴയിലും കടൽ ഇരമ്പുന്ന പ്രതിഷേധം. തീരസംരക്ഷണ നടപടികളിലെ അവഗണനയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ കടലിൽ ഇറങ്ങി പ്രതിഷേധിച്ചു. മഴക്കാലമെത്തിയിട്ടും രൂക്ഷമായ കടൽക്കയറ്റ ദുരന്ത ഭീതിയിലുള്ള ചെല്ലാനം കൊച്ചി തീരത്ത് യാതൊരു താൽക്കാലിക പ്രതിരോധ നടപടികളും സ്വീകരിക്കാത്ത എറണാകുളം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഗുരുതരമായ കൃത്യവിലോപമാണ് നടത്തിയിരിക്കുന്നതെന്ന് ചെല്ലാനം കൊച്ചി ജനകീയ വേദി ആരോപിച്ചു. തീരജനങ്ങളുടെ ജീവന് പുല്ലുവില കൽപ്പിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ ആർക്കുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും ചെല്ലാനം കൊച്ചി ജനകീയ വേദി ചോദിച്ചു. കടൽക്കയറ്റം തടയുന്നതിനായി മെയ് 15-നകം ജിയോബാഗുകൾ കൊണ്ടുള്ള താൽക്കാലിക ഭിത്തികൾ പണിയുമെന്നും നികന്നു കിടക്കുന്ന തോടുകളിലെ മണ്ണ് നീക്കം ചെയ്ത് നീരൊഴുക്ക് സുഗമമാക്കുമെന്നും ഏപ്രിൽ 11-ന് നടത്തിയ കളക്ടറേറ്റ് മാർച്ചിനെ തുടർന്ന് കളക്ടർ ഉറപ്പ് നൽകിയതാണെങ്കിലും യാതൊരുവിധ പ്രതിരോധ പ്രവർത്തനങ്ങളും ചെല്ലാനം കൊച്ചി തീരത്ത് നടത്തിയിട്ടില്ലെന്ന് ചെല്ലാനം കൊച്ചി ജനകീയ വേദി ജനറൽ കൺവീനർ വി ടി സെബാസ്റ്റ്യൻ പറഞ്ഞു. ചെല്ലാനം കൊച്ചി ജനകീയ വേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കടൽ സമരത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിരന്തരമായിട്ടുള്ള അവഗണനയാണ് നമ്മൾ ഇന്ന് ഈ കടൽ തീരത്ത് ഇങ്ങനെ ഒരു സമരത്തിന് ഇപ്പോൾ മുതിരുവാനായിട്ടുള്ള കാരണമെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാമല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദുരന്തം വന്നതിന് ശേഷം അതും ഇതും പറയാനായിട്ട് കുറെ ആളുകൾ വരും. ദുരന്തത്തിന് മുമ്പ് ഈ ദുരന്തം ഒഴിവാക്കാനായിട്ട് ആരും വരുന്നില്ല എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും കണ്ണുനീരിന്റെ കാരണം. ഇപ്പോൾ ഈ അടിക്കുന്ന ഈ തിരമാലകളുടെ ശബ്ദം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ഇടിപ്പാണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാമല്ലോ. പ്രിയമുള്ളവരെ, നമ്മൾ തീരദേശവാസികളുടെ കണ്ണുനീരിന്റെ ദിവസങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുവാനായിട്ട് പോകുന്നത്. നമ്മളുടെ പ്രതിഷേധമായിട്ട് നമ്മൾ ഇന്ന് എല്ലാവരും തന്നെ കടലിൽ ഇറങ്ങിക്കൊണ്ട് നമ്മുടെ പ്രതിഷേധം നമ്മുടെ നേതാക്കളെ അറിയിക്കുകയാണ്. നമ്മളെ ഭരിക്കുന്ന ഭരണാധികാരികൾ നമുക്ക് നേരെ കണ്ണടക്കുമ്പോൾ നമ്മൾ ഇന്ന് കടലിൽ ഇറങ്ങിക്കൊണ്ട് ഈ ഒരു സമരത്തിന് നേതൃത്വം നൽകുകയാണ്. ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമ്മുടെ വിജയം കണ്ട് മാത്രം നമുക്കിന്ന് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കട്ടെ എന്നെല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ സമരത്തിന് എല്ലാവിധ ആശംസകളും പുത്തൻതോടിന് വടക്കോട്ടുള്ള ടെട്രോപാഡ് കടൽഭിത്തി നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നും താൽക്കാലിക പ്രതിരോധ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തണമെന്നും മാലാശ്ശേരി സൗദി ബീച്ച് റോഡ് പ്രദേശങ്ങളെ ഓഫ് ഷോർ ബ്രേക്ക് വാട്ടർ വാൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജനകീയ വേദി കടൽ സമരം സംഘടിപ്പിച്ചത്. പുത്തൻതോട് ഫിഷിംഗ് ക്യാമ്പിൽ നടന്ന സമരത്തെ അഭിസംബോധന ചെയ്ത് കണ്ണമലി ക്രിസ്തുരാജ പള്ളി വികാരി ഫാദർ പ്രമോദ്, ചെല്ലാനം കൊച്ചി ജനകീയ വേദി വർക്കിംഗ് ചെയർപേഴ്സൺ ഡോക്ടർ തുഷാർ നിർമ്മൽ, സുജാ ഭാരതി എന്നിവർ സംസാരിച്ചു. സമരത്തിന് നിഷ, ബിനീഷ്, നെൽസൺ, ഡെൽഫി ഫ്രാൻസിസ്, പുഷ്പി ജോസഫ്, ഷാജി പൊള്ളയിൽ, ജോസി കെ, ജോസ്ഫിന, ജെസ്സി ജോൺ കുര്യൻ, എൽ സി മൈക്കിൾ, മെറ്റിൽഡ ക്ലീറ്റസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെല്ലാനം.